വർഷം 2003. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്ക വെറും 20 ദിവസം കൊണ്ടാണ് ഇറാഖിലെ സദ്ദാം ഹുസൈൻ്റെ വലിയ സാമ്രാജ്യത്തെ ഒന്നടങ്കം തകർത്തെറിഞ്ഞത്. ഇറാഖിൻ്റെ ലക്ഷക്കണക്കിന് സൈനികർ അമേരിക്കൻ പീരങ്കികൾക്ക് മുന്നിൽ ചിതറിയോടി. ലോകം മുഴുവൻ ആ സൈനിക ശക്തി കണ്ട് വിറച്ചുപോയി. എന്നാൽ ഇതേ അമേരിക്ക ഇറാന്റെ തൊട്ടടുത്തുള്ള ഇറാൻ എന്ന രാജ്യത്തേക്ക് തിരിയുമ്പോൾ കഴിഞ്ഞ 40 വർഷങ്ങളായി ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ: വെറും ഭീഷണിപ്പെടുത്തൽ. അതെ, അത്യാധുനിക ആയുധങ്ങളും ലോകത്തിലെ ഏറ്റവും വലിയ സേനയുമുണ്ടായിട്ടും ഇസ്രയേലോ അമേരിക്കയോ ഇന്ന് വരെ ഇറാന്റെ മണ്ണിലേക്ക് നേരിട്ടൊരു കരയുദ്ധത്തിന്, ഗ്രൗണ്ട് ഇൻവേഷന് ധൈര്യം കാണിച്ചിട്ടില്ല. എന്തുകൊണ്ടാണത്? ഇറാന്റെ കയ്യിലുള്ള ന്യൂക്ലിയർ ആയുധങ്ങളെ പേടിച്ചിട്ടാണോ? അല്ല. ഇറാന്റെ വലിയ സൈന്യത്തെ ഭയന്നിട്ടാണോ? ഒരിക്കലുമല്ല. സത്യം അതൊന്നുമല്ല. അമേരിക്കൻ ജനറൽമാരുടെ പോലും ഉറക്കം കെടുത്തുന്ന, ഒരു സൈന്യത്തിനും ജീവനോടെ തിരിച്ചു വരാൻ കഴിയാത്തത്ര ഭീകരമായ ഒരു മരണക്കെണി ഇറാന്റെ അതിർത്തിക്കുള്ളിൽ ശത്രുക്കളെ കാത്തിരിപ്പുണ്ട്. ആധുനിക ടെക്നോളജിക്കും ലക്ഷക്കണക്കിന് ബോംബുകൾക്കും പോലും ഭേദിക്കാൻ കഴിയാത്ത, പ്രകൃതി തന്നെ നിർമ്മിച്ചു വെച്ചിട്ടുള്ള വലിയൊരു അദൃശ്യ കോട്ടയാണ് ഇറാൻ, ദി ഇൻവിസിബിൾ ഫോർട്രസ്. ഒരൊറ്റ രാത്രി കൊണ്ട് ഇസ്രയേലിന് നേരെ 200 മിസൈലുകൾ മഴ പോലെ പെയ്യിച്ചിട്ടും അമേരിക്ക ഇറാനു മുന്നിൽ പകച്ചു നിൽക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. ഒരു വൻശക്തിക്കും കീഴടക്കാൻ കഴിയാത്ത ആ കോട്ടയുടെ രഹസ്യങ്ങൾ, ലോകം ഭയക്കുന്ന ആ മരണക്കെണിയുടെ ചുരുളുകൾ നമ്മൾ ഇന്ന് ലോകത്തിനു മുന്നിൽ തുറക്കാൻ പോകുകയാണ്. ചരിത്രമുറങ്ങുന്ന ആ രക്തരൂക്ഷിതമായ രഹസ്യങ്ങളിലേക്ക് വെൽക്കം ടു തെക്കിനി ഫാക്ട്സ്. ഒരു രാജ്യത്തെ ആക്രമിക്കാൻ പോകുന്നതിന് മുൻപ് ഏതൊരു സൈന്യവും ആദ്യം പഠിക്കുന്നത് ആ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രമാണ്, ജിയോഗ്രഫി. അവിടെയാണ് ഇറാന്റെ ഏറ്റവും വലിയ വിജയം. ആദ്യം ഇറാന്റെ വലിപ്പം നോക്കാം. ഫ്രാൻസ്, ജർമ്മനി, UK, സ്പെയിൻ എന്നീ 4 വലിയ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നിച്ചു ചേർത്താൽ എത്ര വലിപ്പമുണ്ടോ അതിനേക്കാൾ വലുതാണ് ഇറാൻ. ഏകദേശം 1.6 ദശലക്ഷം സ്ക്വയർ കിലോമീറ്റർ. ഇത്രയും വലിയൊരു രാജ്യത്തേക്ക് കടന്നു കയറുക എന്നത് എത്ര വലിയ സൈന്യത്തിനും അസാധ്യമാണ്. എന്നാൽ വലിപ്പത്തേക്കാൾ ശത്രുക്കളെ ഭയപ്പെടുത്തുന്നത് അവിടുത്തെ ഭൂപ്രകൃതിയാണ്. ഇറാനെ ആർക്കെങ്കിലും ആക്രമിക്കണമെങ്കിൽ അവർക്ക് പ്രധാനമായും പടിഞ്ഞാറ് ഭാഗത്തുകൂടി വരണം. എന്നാൽ അവിടെ പ്രകൃതി ഇറാനു വേണ്ടി വലിയൊരു മതിൽ തീർത്തിട്ടുണ്ട്: സാഗ്രോസ് പർവ്വതനിരകൾ. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നീളത്തിൽ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ഭീമാകാരമായ മലനിരകളാണത്. ടാങ്കുകളും പീരങ്കികളുമായ ഒരു സൈന്യത്തിന് ഈ മലനിരകൾ കടക്കുകയെന്നത് ആത്മഹത്യയ്ക്ക് തുല്യമാണ്. ഈ മലയിടുക്കുകളിൽ ഒളിച്ചിരിക്കുന്ന ഇറാനിയൻ സൈന്യത്തിന്റെ മിസൈലുകൾക്കും സ്നൈപ്പറുകൾക്കും ശത്രുക്കൾ വെറും ഇരകൾ മാത്രമായിരിക്കും. 1980-ൽ സദ്ദാം ഹുസൈൻ തന്റെ സൈന്യവുമായി ഇറാനെ ആക്രമിക്കാൻ വന്നപ്പോൾ ഈ പർവ്വതനിരകളിൽ വെച്ചാണ് ഇറാന്റെ ഗറില്ല പോരാളികൾ അവരെ തകർത്തെറിഞ്ഞത്. ഇതൊരു ടാങ്ക് ശവപ്പറമ്പാണ്. ശരി, വൻ ശക്തികളായ അമേരിക്കയോ ഇസ്രയേലോ അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ച് ഈ പർവ്വതനിരകളെല്ലാം മറികടന്ന് ഇറാന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. എങ്കിൽ അവർ ആ രാജ്യത്തെ കീഴടക്കുമോ? ഇല്ല. കാരണം പർവ്വതങ്ങൾ കടന്നു വരുന്ന ശത്രു സൈന്യത്തെ കാത്തിരിക്കുന്നത് അതിനേക്കാൾ ഭയാനകമായ മരണമാണ്. ഇറാന്റെ നടുവിലായി സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ തന്നെ കഠിനമായ 2 വലിയ മരുഭൂമികളാണ്: ദഷ്ത് ഇ കവീർ, ദഷ്ത് ഇ ലുട്ട്. കടുത്ത ഉപ്പുവെള്ളം വറ്റി വരണ്ടുണ്ടായ മരുഭൂമികളാണിവ. വേനൽക്കാലത്ത് ഇവിടത്തെ ചൂട് 70 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താറുണ്ട്. ചൊവ്വാഗ്രഹത്തിൽ യുദ്ധം ചെയ്യുന്നതിന് തുല്യമാണിത്. ഈ അഗ്നികുണ്ഡത്തിലൂടെ തങ്ങളുടെ ടാങ്കുകളുമായി മുന്നോട്ടു പോകാൻ ലോകത്തെ ഒരു പട്ടാളത്തിനും കഴിയില്ല. വാഹനങ്ങൾ കേടാകും, സൈനികർ മരിച്ചു വീഴും. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക നേരിട്ടതിനേക്കാൾ വലിയൊരു ദുരന്തമായിരിക്കും അത്. ശരി, പ്രകൃതി തീർത്ത ഈ കോട്ടകളെല്ലാം മാറ്റി നിർത്തിയാൽ ഇറാൻ സ്വന്തമായി നിർമ്മിച്ചു വെച്ചിട്ടുള്ള വലിയൊരു പ്രതിരോധമുണ്ട്: ഭൂഗർഭ മിസൈൽ നഗരങ്ങൾ. അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ എയർഫോഴ്സിനെ വായുവിൽ നേരിടാൻ തങ്ങളുടെ പഴയ ഫൈറ്റർ ജെറ്റുകൾക്ക് കഴിയില്ലെന്ന് ഇറാന് നന്നായി അറിയാം. അതുകൊണ്ട് അവർ തങ്ങളുടെ ആയുധപ്പുരകൾ മുഴുവൻ ഭൂമിക്കടിയിലേക്ക് മാറ്റി. ഇറാന്റെ പർവ്വതങ്ങൾക്ക് താഴെ 500 മീറ്ററിലധികം ആഴത്തിൽ കൂറ്റൻ തുരങ്കങ്ങൾ നിർമ്മിച്ചു. ശത്രുക്കളുടെ എത്ര വലിയ ബോംബുകൾ വീണാലും ഭൂമിക്കടിയിലെ ഈ രഹസ്യ നഗരങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇസ്രയേലിന്റെ കയ്യിലുള്ള ഭീമാകാരമായ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും ഇത്രയും ആഴത്തിൽ തുളച്ചു കയറാൻ ശേഷിയില്ല. ഈ ഭൂഗർഭ താവളങ്ങളിൽ നിന്നാണ് ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കുന്നത്. ശത്രുക്കൾക്ക് ഈ മിസൈലുകൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് പോലും കണ്ടുപിടിക്കാൻ കഴിയില്ല.
വൻ ശക്തികളായ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇറാന്റെ മണ്ണിൽ കാലുകുത്താൻ കഴിയാത്തതിൻ്റെ രണ്ടാമത്തെ വലിയ കാരണം ഇറാന്റെ ഈ അദൃശ്യ സൈന്യമാണ്. ഇതിനെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അഥവാ ശത്രുക്കൾക്ക് ചുറ്റുമുള്ള തീവളയം എന്നാണ് അവർ വിളിക്കുന്നത്. ഇറാനെ നേരിട്ട് ആക്രമിച്ചാൽ തങ്ങൾ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കില്ലെന്ന് ഇറാന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി ഇറാന്റെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് മിഡിൽ ഈസ്റ്റിലുടനീളം തങ്ങളുടെ സ്വന്തം സായുധ സംഘങ്ങളെ പണം നൽകി വളർത്തിയെടുത്തു. ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികൾ, ഗാസയിലെ ഹമാസ്, സിറിയയിലെയും ഇറാഖിലെയും മറ്റു സായുധ മിലീഷ്യകൾ. ഇറാനിലേക്കൊരു അമേരിക്കൻ അല്ലെങ്കിൽ ഇസ്രയേലി പട്ടാളക്കാരൻ കടന്നു കയറിയാൽ അന്ന് തുടങ്ങും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സർവനാശം. കാരണം ഇറാനു വേണ്ടി ഈ പ്രോക്സി ഗ്രൂപ്പുകൾ ഒന്നടങ്കം ഇസ്രയേലിന് നേരെയും മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയും 10,000-കണക്കിന് മിസൈലുകൾ മഴ പോലെ പെയ്യിക്കും. ഒരൊറ്റ രാജ്യത്തോടല്ല, മറിച്ച് 5-6 രാജ്യങ്ങളിൽ കിടക്കുന്ന സായുധ സംഘങ്ങളുമായി ഒരേ സമയം അമേരിക്കയ്ക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. ചുരുക്കത്തിൽ അതൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. ഇനി ഇതെല്ലാം വൻ ശക്തികൾ മറികടന്നാലും ഇറാന്റെ കയ്യിലുള്ള ആ അവസാനത്തെ തുറുപ്പുചീട്ട് ലോകത്തെ മുഴുവൻ തകർത്തെറിയാൻ ശേഷിയുള്ളതാണ്. അതാണ് ഹോർമുസ് കടലിടുക്ക് അഥവാ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ്. പേർഷ്യൻ ഗൾഫിനെയും അറബിക്കടലിനെയും ബന്ധിപ്പിക്കുന്ന വളരെ ഇടുങ്ങിയ ഒരു കടൽപാതയാണിത്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ 20 മുതൽ 30% വരെ ദിവസവും കൊണ്ടുപോകുന്നത് ഈ ചെറിയ കടലിടുക്കിലൂടെയാണ്. ഇതിന്റെ ഒരു ഭാഗം പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലാണ്. തങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ ഈ ഹോർമുസ് കടലിടുക്ക് എന്നേക്കുമായി അടച്ചുപൂട്ടും എന്ന് ഇറാൻ പലവട്ടം ലോകത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലിൽ 1000-കണക്കിന് മൈനുകൾ നിക്ഷേപിച്ചും തങ്ങളുടെ കൊച്ചു സ്പീഡ് ബോട്ടുകൾ ഉപയോഗിച്ചും അവർ ആ വഴിവരുന്ന എണ്ണക്കപ്പലുകളെ തകർക്കും. അതോടെ ലോകത്തേക്കുള്ള എണ്ണ വിതരണം അവിടെ നിലയ്ക്കും. ഒറ്റ ദിവസം കൊണ്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും വില സാധാരണക്കാരന് ചിന്തിക്കാൻ കഴിയാത്തത്ര മുകളിലേക്ക് പോകും. അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സമ്പദ് വ്യവസ്ഥകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും. ഈ ഒരു സാമ്പത്തിക തകർച്ചയെ അമേരിക്കയ്ക്ക് പോലും താങ്ങാൻ കഴിയില്ല. അവസാനമായി ഇറാന്റെ ജനങ്ങൾ. ഇറാഖിലോ അഫ്ഗാനിസ്ഥാനിലോ അമേരിക്ക കണ്ടതുപോലെയല്ല ഇവിടുത്തെ കാര്യങ്ങൾ. 8 കോടിയിലധികം ജനങ്ങളുള്ള വലിയൊരു രാജ്യമാണ് ഇറാൻ. അവിടുത്തെ ഭരണകൂടത്തോട് പല ജനങ്ങൾക്കും വലിയ വിയോജിപ്പുകൾ ഉണ്ടാകാം. അവർ പലപ്പോഴും സർക്കാരിനെതിരെ സമരം ചെയ്യാറുമുണ്ട്. എന്നാൽ പുറത്തുനിന്നൊരു രാജ്യം തങ്ങളെ ആക്രമിക്കാൻ വന്നാൽ ആ 8 കോടി ജനങ്ങളും ഒറ്റ മനസ്സോടെ അവർക്കെതിരെ തിരിയും. കാരണം 1000-കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുള്ള ആ വലിയ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പിൻഗാമികളാണ് ഇറാന്റെ ജനങ്ങളെന്ന വലിയൊരു ദേശീയ ബോധം അവർക്കുണ്ട്. തങ്ങളുടെ രാജ്യത്തേക്ക് കടന്നുവരുന്ന അധിനിവേശകർക്കെതിരെ പോരാടാൻ അവിടെ ആയുധമെടുക്കാൻ തയ്യാറുള്ള കോടിക്കണക്കിന് യുവാക്കളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് അമേരിക്കയും ഇസ്രയേലും ഇറാനെ നേരിട്ടൊരു യുദ്ധത്തിന് വെല്ലുവിളിക്കാത്തത് എന്ന്. പ്രകൃതി തീർത്ത വലിയ പർവ്വതങ്ങൾ, വരണ്ടുണങ്ങിയ മരുഭൂമികൾ, ഭൂമിക്കടിയിലെ മിസൈൽ നഗരങ്ങൾ, ലോകത്തെ വിറപ്പിക്കുന്ന പ്രോക്സി സൈന്യങ്ങൾ, പിന്നെ ലോക സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ കഴിയുന്ന ഹോർമുസ് കടലിടുക്കും. ഇറാനെ ആക്രമിക്കുക എന്നത് ഒരു രാജ്യത്തെ കീഴടക്കുകതുപോലെയല്ല, അതൊരാഗോള ദുരന്തത്തിലേക്കുള്ള വാതിൽ തുറക്കലാണ്. മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ലോകത്തിന്റെ തലവര തന്നെ മാറ്റിയെഴുതിയേക്കാം. ഈ മെഗാ ഡോക്യുമെന്ററി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. ലോകത്തെ വിറപ്പിക്കുന്ന ഇത്തരം രാഷ്ട്രീയ ചരിത്ര രഹസ്യങ്ങൾ വളരെ ലളിതമായി മനസ്സിലാക്കാൻ തെക്കിനി ഫാക്സ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇസ്രയേൽ ഇറാൻ പോരാട്ടത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്.